My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. ഇന്ന് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്, ലോകം അങ്ങനെയാണ് കാണുന്നത് നിങ്ങളെ. ഓക്കെ, നിങ്ങളെങ്ങനെയാണോ നിങ്ങളെ കാണുന്നത് അതുപോലെയാണ് ആളുകൾ നിങ്ങളെ കാണുന്നത്, ലോകം നിങ്ങളെ കാണുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ എന്താണോ നിങ്ങൾ പറ്റിയിട്ട് ചിന്തിക്കുന്നത്, അങ്ങനത്തെ എനർജിയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? സോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങൾ ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ ഒരു ചിന്താഗതിയിൽ, നിങ്ങളുടെ ഒരു ഫ്രീക്വൻസിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്ക് അത് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വിശ്വാസം എന്താണോ, നിങ്ങളുടെ ആക്ഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്താണോ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ സെറ്റിൽ അല്ല, നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ, ഗൈസ് ഇറ്റ്സ് ടൈം ടു ചേഞ്ച് യുവർ ആക്ഷൻ. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സിൽ, നിങ്ങളുടെ ചിന്താഗതിയിലൊരു മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തുക. ഓക്കെ, സോ ആർക്കൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള എനർജി ഉണ്ടാവുന്നുണ്ട്, ഹെവി ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? സോ ഗൈസ്, എവിടെയാണോ നിങ്ങൾക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത്, മേ ബി നിങ്ങളുടെ ചെസ്റ്റിലായിരിക്കാം, ഓർ എവിടെയാണോ നിങ്ങളുടെ ശരീരഭാഗത്തിൽ എവിടെയാണോ നിങ്ങൾക്കൊരു വളരെ ഹെവി എനർജി നിങ്ങൾക്ക് തോന്നുന്നത്, ജസ്റ്റ് നിങ്ങളുടെ കൈ അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് എക്സ്ഹെയിൽ ചെയ്ത് കളയുക. ഓക്കെ, ആസ് യു എക്സ്ഹെയിൽ, ആ ഒരു കാര്യം, ആ ഒരു ഹെവിനെസ് നിങ്ങൾ പുറത്തേക്ക് കളയുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാം. ഓക്കെ, സോ ഐ ഡോണ്ട് നോ, ഈ റീഡിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ ഒരു എനർജി ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെവിനെസ് നിങ്ങളുടെ മനസ്സിനോ ശരീരത്തിനോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഗൈസ്, I'm giving you a big tight hug for you. Okay, നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും ഒരു ടൈറ്റ് ഹഗ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ ഹാപ്പൻഡ് ഇസ് ഹാപ്പൻ. സോ ലെറ്റ്സ് സീ, എന്താണ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടത്, നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് ഈ സമയം ഉള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്. ഓക്കെ, സോ ഈ സമയം നിങ്ങൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് കാര്യങ്ങളൊന്നും എടുക്കരുത്. ബിക്കോസ് ഗൈസ്, ലൈക്ക് ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പെർമിഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ആഗ്രഹങ്ങൾ ഗ്രാൻഡഡ് ആവുന്നുണ്ട്, പെർമിഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഫയർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് അഗെയിൻ നിങ്ങളുടെ ലൈഫ് കുറച്ച് സമയമായിട്ട് വളരെ വളരെ കോൾഡ് ആയിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ, അഗെയിൻ നിങ്ങളുടെ ചൂട് പിടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻ ലൈഫിൽ വരാണ്. എന്തൊരു കാര്യങ്ങളിൽ ഉള്ള ഒരു ചിന്താഗതിയോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയയോ, ഒരു ഫയറോ, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ആക്ഷനിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം എക്സൈറ്റഡ് ആയിട്ട് സംഭവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആക്ഷനിലൊക്കെ ഒരു പുതുമ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് അത് എത്രമാത്രം ഉണ്ട് ആ ഒരു മാറ്റം, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അറിയുന്നുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്ലേസിലോ, ഒറ്റയ്ക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടിൽ നിന്നായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടായിരിക്കാം, ആലോചിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, എൻകറേജ് ചെയ്യുന്നുണ്ടായിരിക്കാം, റൈറ്റ്? നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയൊക്കെ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ നിന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് എത്രമാത്രം നിങ്ങൾ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അറിയുന്നുണ്ടാവില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഗൈസ്, നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് മാറ്റങ്ങൾ അത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സെൽഫായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബെറ്റർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അഗെയിൻ നമ്മൾ ഇനീഷ്യലി പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ വരിക. എന്താണോ നിങ്ങൾ സറൗണ്ടിങ്ങിൽ കാണുന്നത്,
എന്തിലാണ് നിങ്ങൾ ചുറ്റുപാട് നടക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേണിലുള്ള നിങ്ങളുടെ ആക്ഷൻസ് ഡെഫിനറ്റ്ലി മാറ്റുക. ഒന്നുകിൽ നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആ ഒരു കാര്യം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഹേർട്ട് ആവുന്നത്, അവിടെ എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്, എന്ത് മാറ്റാണ്, എവിടുന്നാണ് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങളുടെ പ്രസൻസ് കാണിക്കേണ്ടത്, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുക ഈ ഒരു കാര്യം. ഓക്കെ, ബിക്കോസ് അതിനാണ് നിങ്ങളുടെ ഒരു റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. വരുന്നൊരു ആഴ്ച ടൈം നിങ്ങൾ ഡെഫിനറ്റ്ലി കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കാണുന്നത് അതുപോലെയാണ് നിങ്ങൾ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ എവിടേക്കാണോ നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾ അവെയർ ആവാത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് എ കൺഫർമേഷൻ ഫോർ യു. നിങ്ങളുടെ ലൈഫിൽ വളരെ എക്സൈറ്റ്മെന്റ് കൊണ്ടുവരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ വെരി സൂൺ നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് യാതൊരു ഐഡിയയും ആ ഒരു കാര്യത്തെ പറ്റിയില്ല. നിങ്ങൾ ഒട്ടും അവെയർ അല്ല ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സൈനും ഉണ്ടാവില്ല മേ ബി ലൈക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾ വളരെ ഒരു ഉൾവെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ അനുഭവം കൊണ്ടും നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് കൊണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ ഗൈസ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കാം. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അതിങ്ങനെ ബൂസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇമോഷൻസ്, തോട്ട്സ് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? ഓക്കെ, ഈ സമയം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആലോചിച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ്. ഓക്കെ, സോ കമൺ ഗൈസ്, നിങ്ങൾ എത്ര ആളുകൾ ചിന്തിക്കുന്നുണ്ട് ചില ഇല്ലാത്ത നഷ്ടങ്ങളെ പറ്റി, അല്ലെങ്കിൽ സംഭവിക്കാൻ പോവാണെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടാവില്ല ഈ ഒരു സമയത്ത്, പക്ഷെ നിങ്ങൾ അങ്ങനെ സംഭവിക്കുന്ന വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഇമോഷൻസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രോബബ്ലി എന്തോ ഒരു നഷ്ടത്തെ പറ്റിയിട്ടാണ് നിങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് അത് നിങ്ങൾക്ക് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ എന്താണ് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കാതിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് ലൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടമായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡിഫറെന്റ് ഡയറക്ഷനിലൂടെയാണ് ഈ ഒരു സമയത്ത് പോകുന്നത് എന്നുള്ളത്. സോ നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് നിങ്ങൾ ഡിഫറെന്റ് ഡയറക്ഷനിലേക്കായിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. അത് അതിന്റെ വഴിക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ വേറെ വഴി മസ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു പ്ലേസിലായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചില കാര്യത്തിനോട് ഒരു ഡിസ്റ്റൻസ്, ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇനി അതിലേക്ക് ഇനി എങ്ങനെ എത്തണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇനി നിങ്ങളെ എങ്ങനെ വീണ്ടും കണക്ട് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. റൈറ്റ്, സോ ജസ്റ്റ് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത്. എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് ഒരു പുതിയൊരു ടേണിംഗ് പോയിന്റിലായിരിക്കണം നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, പുതിയ ഇമോഷൻസിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ബിക്കോസ് നിങ്ങൾ ഇതുവരെ യൂസ്ഡ് ആയിട്ടുള്ള ചില ഇമോഷൻസ് പാറ്റേണിലൊക്കെ അവിടെ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. പുതിയ പ്ലേസ്, പുതിയ സിറ്റുവേഷൻ, റൈറ്റ്, നിങ്ങളുടെ സ്ഥാനമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. എത്ര ആളുകളെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അത്? നിങ്ങളുടെ സ്ഥാനത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. നിങ്ങൾ വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ വീട് മാറിയിട്ടുണ്ടായിരിക്കണം. റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ഇതുവരെ നിന്നിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ ഒന്ന് നിങ്ങൾ മാറി നിന്നിട്ടുണ്ടായിരിക്കാം. അതിൻ്റെതായിട്ടുള്ള ഒരു ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം. റൈറ്റ്, ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു പുതുമ നിറഞ്ഞൊരു ഫീലിങ്സോ ചില ആളുകൾക്ക് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കുറച്ചൊരു സ്ട്രഗിൾ ചില പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, എന്തൊക്കെയോ നഷ്ടമായി എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ വളരെ ഇമോഷണലി അല്ല കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇമോഷണലി നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേടി ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മാറ്റം വന്നത്, അതിൻ്റെ ഒരു റീസൺസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ബിക്കോസ് ലൈക്ക് നിങ്ങൾക്ക് ഇന്ന് നഷ്ടമാണെന്ന് തോന്നുന്നൊരു കാര്യം ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് അങ്ങനെയല്ല. ഓക്കെ, സോ അത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സന്തോഷിക്കേണ്ട ഒരു മൊമെന്റ് ആണ് ഇന്ന് നിങ്ങൾ പോകുന്നൊരു സ്ട്രഗിളോ, ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനോ, ഇന്ന് നിങ്ങൾ പേടിക്കുന്ന ഒരു കാര്യമോ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണോ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ആങ്സൈറ്റി, ഫിയർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് അങ്ങനെയല്ല.
ഓക്കെ. സോ ആവശ്യമില്ലാതെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടാതിരിക്കുക. ഓക്കെ. സോ ഇതാണ് നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അങ്ങനെയല്ല. ഓക്കെ. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ അട്രാക്ട് ചെയ്യാതിരിക്കാം. ഓക്കെ. സോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അത് കൺഫേം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വീണ്ടും ലൈഫിൽ റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, ഒരുപാട് പേടി, എന്തൊരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് എന്താണ് റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു പേടി കൂടുതൽ കൺഫേം ആക്കുന്ന ചില കാര്യങ്ങളായിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു പ്ലേസിലാണ്, നിങ്ങൾക്ക് കൂടുതൽ ഒരു അഷ്യൂറൻസ് വേണം. നിങ്ങൾക്ക് ലൈഫിൽ ചില പ്ലേസിൽ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണ്ട ഒരു ടൈമിലൂടെ ആയിരിക്കും, നിങ്ങൾക്ക് വേണ്ട ഒരു ടൈമിലൂടെ തന്നെയായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യുന്നതിനുള്ള റിസൾട്ടിൻ്റെ ആ ഒരു അഷ്യൂറൻസ് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ അവസ്ഥ എന്താണ് അതിനുള്ളൊരു അഷ്യൂറൻസ് വേണം. ബിക്കോസ് നിങ്ങൾ പോകുന്ന അവസ്ഥയ്ക്ക് ഒരു ക്ലാരിറ്റി പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതിൻ്റെതായിട്ടുള്ളൊരു സ്ട്രഗിൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. റൈറ്റ്. സോ ഇറ്റ്സ് ഓക്കെ. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര കൺഫ്യൂഷൻസ് ഉണ്ടായിക്കോട്ടെ, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്, അറിയാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ ആലോചിച്ച് പേടിക്കരുത്. ബിക്കോസ് അങ്ങനെയല്ല ചില കാര്യങ്ങൾ. ഓക്കെ. സോ കുറച്ച് ടൈം കൊടുക്കുക ഈ ഒരു സിറ്റുവേഷനൊക്കെ റിവീൽ ആവാൻ വേണ്ടി. എസ്പെഷ്യലി ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും കാര്യത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ഗിവ് ടൈം ആൻഡ് സ്പേസ്. നിങ്ങൾ ചില കാര്യങ്ങൾ ഇനി ഇംപോസിബിൾ, ഇനി എത്തില്ല, ഇനി നടക്കില്ല, ഇനി പോസിബിൾ അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ കൺഫർമേഷൻ. ഓക്കെ. സോ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. സംസാരിച്ച് ക്ലാരിറ്റി വേണ്ട കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ. അപ്രൂവൽ, സംസാരം. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ലാണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതൊക്കെ ഗെയിൻ ചെയ്യും. മെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആവും. ഇന്ന് നിങ്ങൾ മെൻ്റലി സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആവും. ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് ആവും. എനർജറ്റിക്കലി നിങ്ങൾ സ്ട്രോങ് ആവും. ഓക്കെ. സോ ഇത് ജസ്റ്റ് നിങ്ങളെ റീബിൽഡ് ചെയ്തു വരുന്ന ഒരു ടൈമാണ്. ഓക്കെ. നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇറ്റ്സ് ലൈക്ക് ഇന്ന് നിങ്ങൾ വളരെ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ അങ്ങനെയല്ല. ഓക്കെ. ഇന്ന് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ വലിയ പേടിയുണ്ട്, നാളെ നിങ്ങൾക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല. ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് പേടി ഉണ്ടായിട്ടുണ്ട്, നാളെ നിങ്ങൾക്കത് ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹമില്ല നിങ്ങളുടെ ലൈഫിൽ, നാളെ അത് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. ഇറ്റ്സ് എ കൺഫർമേഷൻ. ഇന്ന് എന്താണോ നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നാളെ അത് ഉണ്ടാവും. നാളെ എന്ന് പറയുന്നത് നാളെ അല്ല. ഓക്കെ. അത് നാളെ ആയിരിക്കാം, അടുത്ത മൊമെന്റിലായിരിക്കാം, നെക്സ്റ്റ് സെക്കൻഡിലായിരിക്കാം, എനി ടൈം. ഓക്കെ. ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് വലിയ ഇമ്പോസിബിൾ ആയിരിക്കാം. നമുക്കത് വളരെ വളരെ ടൈം എടുത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ബട്ട് ഈ ഒരു പ്രപഞ്ചത്തിൽ, ഈ ഒരു യൂണിവേഴ്സിൽ അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇറ്റ്സ് ലൈക്ക് ഒരു 5 crores rupees ആണെന്നുണ്ടെങ്കിലും 5 രൂപയാണെന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിന് അതൊക്കെ സെയിം ആണ്. ഓക്കെ. സോ ഇറ്റ്സ് യുവർ കൺഫർമേഷൻ. മേ ബി ഇത് നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ് ആയിരിക്കാം. സോ നമുക്കാണ് ആ ഒരു ഇമ്പോസിബിൾ എന്ന് തോന്നുന്നത് എങ്ങനെ എന്നുള്ളത്. ഓക്കെ. സോ അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എന്താണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നത്, അവിടെ എന്ത് മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിലും വരുത്താം. ഓക്കെ. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് ഇമ്പോസിബിൾ എന്ന് തോന്നുന്നത്? നിങ്ങൾക്ക് പ്രഗ്നൻസി ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിന് ഒരു കുട്ടീനെ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈവൻ ഇറ്റ്സ് ഓക്കെ, ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ശരീരം എങ്ങനെയാണ്, വീക്കാണ്, പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ബട്ട് സീ, ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ വൺ തിങ്. ഓക്കെ. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുമല്ല, ബട്ട് ഡോക്ടേഴ്സൊക്കെ വിധി പറഞ്ഞിട്ടുള്ള പേഷ്യൻസ് പോലും മിറാക്കിൾസ് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ വരെ ജീവിച്ചിട്ടുണ്ട്. റൈറ്റ്. ആ ഒരു മെൻ്റൽ പവർ അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ, ആ ഒരു മൈൻഡ് പവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഐ എം ഷുവർ ദാറ്റ് ദിസ് റീഡിങ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ. എന്താണോ ഈ സമയം നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്നത്, യൂസ് യുവർ മൈൻഡ് പവർ, യൂസ് യുവർ പവർഫുൾ വോയിസ്, യൂസ് യുവർ പവർഫുൾ മൈൻഡ്, യൂസ് യുവർ പവർഫുൾ വേർഡ്സ്. ഓക്കെ. നിങ്ങളുടെ ശരീരം നിങ്ങൾ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യാം. നിങ്ങളുടെ മേലെ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, നേടിയെടുത്തിട്ടുള്ള കാര്യത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടാവുന്ന തോന്നുന്ന സമയത്ത്
കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സമയത്ത്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് മിറാക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഗോ ബാക്ക് ടു ദാറ്റ്. ഓക്കെ, അതായിരിക്കാം നിങ്ങളുടെ ഒരു റിയാലിറ്റി ചേഞ്ച് ആക്കുന്നത്. ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ എങ്ങനെ നിങ്ങളെ കാണാൻ തുടങ്ങുന്നോ, അപ്പോൾ നിങ്ങളുടെ റിയാലിറ്റി ഷിഫ്റ്റ് ആവാൻ തുടങ്ങും. ഈ പ്രപഞ്ചത്തിൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. ഈ പ്രപഞ്ചത്തിന് തരാൻ പറ്റാത്ത ഒരു കാര്യമില്ല നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാറ്റം നിങ്ങളുടെ ലൈഫിൽ വേണം. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് എത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ, ജെന്യൂൻ ആയിട്ടുള്ളൊരു ഡിസയർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു വറി അതെങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി ചിന്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നല്ലതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കാം. സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ബൈ. ഗുഡ് നൈറ്റ്.